ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് കെമിസ്ട്രി എക്സാം ആയിരുന്നു. അപ്പൊ കെമിസ്ട്രി എക്സാമിന്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് കെമിസ്ട്രി എക്സാമിൽ വൺ വേർഡ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. ഒരു അസേഷൻ റീസൺ ക്വസ്റ്റിനും അതുപോലെ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ പക്ഷെ ഞാൻ കറക്റ്റ് ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻസർക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഏകദേശം 5 പേപ്പറിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ കോളിഗേറ്റ് പ്രോപ്പർട്ടിയുടേതായിരുന്നു, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂമറിക്കലും എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിക്കാത്ത, അതായത് അത് വരില്ലെന്ന് പ്രതീക്ഷിച്ച് പോയൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ലാസ്റ്റ് വൺ, അത് തന്നെ ഡെറൈവ് ഇൻഡിക്കേറ്റർ ഡിറൈവ് എക്സ്പ്രഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ആണ് പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് ഇമ്പോർട്ടന്റ് സ്കൂളിലെ ടീച്ചേഴ്സ്മാരൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതായിരുന്നു പഠിച്ചിട്ട് പോയത്. പക്ഷെ വന്നതാണെങ്കിലോ ഇൻഡിഗ്രേറ്റഡ് ആണ്. അങ്ങനെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ടഫ് ആയിരുന്നു, അതായത് പ്ലസ് ടുവിൽ ആദ്യമായിട്ട് ഗവൺമെന്റ് ഓൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഒരുപോലെ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ടഫ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്ന ടീച്ചറും കുറച്ച് ഇതായിരുന്നു, അതായത് അത്ര അങ്ങോട്ട് പേടിക്കാനൊട്ടും പറ്റില്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ ലാന്തിനോട് കോൺട്രാക്ഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, അങ്ങനെ അത് പഠിച്ചിട്ട് പോയി. അപ്പൊ ചോദിച്ചതാണെങ്കിലോ വാട്ട് ഈസ് ആക്ടിനോട് കോൺട്രാക്ഷൻ. ലാന്തിനോട് കോൺട്രാക്ഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ബട്ട് വാട്ട് ഈസ് ആക്ടിനോട് കോൺട്രാക്ഷൻ എന്നാണ് ചോദിച്ചത്. അതും നമുക്ക് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ടഫ് ആയിരുന്നു, അതായത് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ കെമിസ്ട്രി എക്സാം അത്ര എളുപ്പമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം കുറച്ച് ടഫ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രി എക്സാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ പുതിയ വീഡിയോ ബൈ.